നിത്യമായിരിക്കുന്നത് ഞാനാണെന്നും നിത്യനായ എന്റെ വാസനകളാണ് എന്റെ ദുഃഖങ്ങൾക്ക് കാരണമെന്നും എന്റെ വാസനകളുടെ ഉൽപ്പത്തി എന്റെ മനോമയനിലാണെന്നും എന്റെ മനോമയമായിരിക്കുന്ന തൈജസൻ സാർവലൗകികമായ വിശ്വനോട് സാമഞ്ജസ്യം പുലർത്തി നിലകൊള്ളുന്നില്ലെങ്കിൽ നിത്യദുഃഖത്തിന് ഹേതുവായിരിക്കുന്നതായ കർമ്മങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അതാണ് എന്നെ പരിമിതപ്പെടുത്തുന്നതെന്നും തിരിച്ചറിയണമെങ്കിൽ ഈ മംഗളാചരണ ബോധം നമുക്കുണ്ടാകും. ഞാനിന്നൊരു ഡോക്ടറാണ്, ഞാനിന്നൊരു എഞ്ചിനീയറാണ്, ഞാനിന്നൊരു കൃഷിക്കാരനാണ്, ഞാനിന്നൊരു കിളയ്ക്കുന്നവനാണ്. തൽക്കാലത്തേക്ക് എന്നെ ആ പണി ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഞാൻ താൽക്കാലസ്ഥിതനായിരിക്കുന്ന ഞാൻ തൽക്കാലം ചെയ്യുന്നു. ചെയ്യുക എന്ന ബോധം മറ്റൊരാളുടെ ശബ്ദത്തിൽ നിന്ന് എന്നിൽ ഉൽപ്പന്നമാകുന്നതോടുകൂടി ആ കർമ്മത്തിന്റെ കാരക സ്വഭാവമുള്ള എല്ലാ അംശങ്ങളുമുള്ള ഒരു തൈജസ്സനാണ് എന്നിൽ രൂപാന്തരപ്പെടുന്നത്. ആ തൈജസ്സൻ എന്റെ ബോധസത്തയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണെന്നും ആ കർമ്മം ചെയ്യുന്നതോടുകൂടി അനുഭൂതമായ അവസ്ഥയിൽ അതെന്റെ വാസനയായി നിക്ഷേപിക്കുകയാണെന്നും അനുഭവിച്ചതിന്റെ മാത്രം സ്മരണകളാണ് എന്റെ ദുഃഖങ്ങളെന്നും ഇനി അനുഭവിക്കാൻ പോകുന്നവ അതുകൊണ്ട് തന്നെ ഋജുവായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഈ മംഗളാചരണത്തിൽ നിന്നാണ്. മനസ്സിലായി എന്ന് വിചാരിക്കാം. അനുഭവിക്കാത്ത ഒന്നിനെക്കുറിച്ചും സാങ്കല്പികമായി അനുഭവിക്കാത്ത ഒന്നിനെക്കുറിച്ചും സുഖമോ ദുഃഖമോ എനിക്കുണ്ടാവില്ല. എന്റെ ജന്മാജന്മാന്തരങ്ങളുടെ തലങ്ങളിൽ ഞാൻ എന്നോ അനുഭവിച്ചിട്ടുള്ളവ മാത്രമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്, എന്നെ സുഖിപ്പിക്കുന്നത്. അനുഭവിച്ചത് മാത്രമാണ് എനിക്കിനിയും വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നത്. അനുഭവിക്കാത്ത ഒന്നിനും വേണ്ടി ഞാൻ ആഗ്രഹിക്കില്ല. മനസ്സിലായില്ല? അനുഭവിച്ചവ മാത്രമാണ് വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്നത്. പാല് കുടിച്ചിട്ടില്ലാത്ത ഒരുത്തനും പാലിന് ആഗ്രഹിക്കില്ല. കപ്പ തിന്നാത്ത ഒരുത്തനും കപ്പയ്ക്ക് വേണ്ടി ആഗ്രഹിക്കില്ല. ടോട്ടൽ എന്ന് മാത്രമല്ല, ശ്രവണം കൊണ്ടൊരനുഭവം മാനസികമായി ഉണ്ടാകുന്നത് ഉൾപ്പെടെ. കപ്പ എന്നൊരു സാധനമുണ്ട്, മനോഹരമാണെന്ന് വത്സൻ എന്നോട് പറഞ്ഞു തരുമ്പോൾ ആ എന്റെ ശ്രവണം കൊണ്ട് ഞാൻ അനുഭവിച്ച കപ്പ എന്റെ വാസനയിൽ നിക്ഷേപമാവുകയെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അത് കിട്ടിയാൽ മതി. അറിയാത്ത ഒന്നിനും വേണ്ടി ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ എന്റെ ബോധത്തിലാണ് ആദ്യത്തെ അങ്കുരം. എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ കാമവും ആദ്യത്തെ അങ്കുരമിടുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധിയായ അനുഭവങ്ങളിൽ നിന്ന് എന്റെ ബോധത്തിലാണ്. മുലപ്പാൽ കുടിക്കും പൂർവാനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അതിന്റെ ബോധം ബീജമായൊരു പശുവിൽ എത്തുമ്പോൾ തന്നെ അതിന്റെ വളർച്ചയും സംപ്രാപ്തിയും അതിന്റെ അമ്മയും അച്ഛനും അതിന്റെ ഇണചേരലും അതിന്റെ കുട്ടികളും എല്ലാം അടങ്ങുന്ന ലോകങ്ങളുടെ മുഴുവൻ അറിവും ശ്രവണം കൊണ്ട് കേട്ട് ഉൾക്കൊണ്ടാണ് അതവിടെ എത്തുന്നത്. അതിന് പോകാനുള്ള ലോകമൊന്നും ഇനി ആരെയും പഠിപ്പിക്കണ്ട. ആ ലോകത്തിലൂടെ പോകാൻ അതിന് തടസ്സമുണ്ടായാലൊക്കെ അത് കുത്തുകയോ ഇടിക്കുകയോ തൊഴിക്കുകയോ ചെയ്യും. ഓരോ ജീവനും അവന്റെ കർമ്മവാസനകളിൽ അങ്കുരിച്ചിരിക്കുന്നതായ ബോധത്തെ ആ കർമ്മവാസനകളുമായി ചേർത്ത് മുന്നോട്ട് പോകുവാൻ തടസ്സമുണ്ടാകുന്ന എല്ലാത്തിനോടും പ്രതികരിച്ചിരിക്കും.
ഇതിന് അപവാദമില്ല. വാസനകളുടെ അന്ത്യത്തിലെ ശാന്തി ഉണ്ടാവും. പിന്നെ ആരുടെ വാസനയും നമുക്ക് അശാന്തി ഉണ്ടാക്കില്ല. കാരണം വാസനാമയനായ ജീവൻ ഇങ്ങനെയാണെന്ന് നാം അറിയുന്നതുകൊണ്ട് അവന്റെ വാസനയെ ധാർമ്മികമായി ചെയ്തു തീർക്കുവാൻ സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നിലകൊള്ളാൻ പറ്റും. അധാർമികമാണെന്ന് കണ്ടാൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. മനസ്സിലായില്ല? ഈ ലോകത്തിൽ ഓരോ വ്യക്തിയുടെയും വാസനയ്ക്ക് ധാർമ്മികമായ തലത്തിൽ ചെയ്തു തീർക്കുവാനും മനനതലത്തിൽ അപഗ്രഥിച്ചു തീർക്കുവാനും രണ്ട് പദ്ധതിയുണ്ട്. മനനം ചെയ്ത് കാമത്തിന്റെ ആരംഭം എവിടെയാണെന്നും അത് തന്റെ ബോധത്തിലാണെന്നും തിരിച്ചറിഞ്ഞാൽ ശാന്തിയായി. കേട്ടാ പോരാ, മനനം ചെയ്ത് തിരിച്ചറിഞ്ഞാൽ. അതിന് നിശബ്ദതയും ഏകാന്തതയുമൊക്കെ അനുഭവിച്ച് സുഖം വരണം. ഏകാന്തതയുടെ സുഖം അറിയാത്ത ആളുകൾക്ക് മനനം ചെയ്യാനാവില്ല. ഏകാന്തത ഭയമുണ്ടാക്കിയാൽ മനനം ചെയ്യാനാവില്ല. ഏകാന്തത എന്നത് ഒരു മുറിയടച്ചിരിക്കലല്ല. തന്റെ സൃഷ്ടിയാകുന്ന ലോകത്തിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അപരന്റെ സൃഷ്ടികളിൽ നിന്ന് വിട്ടുനിന്നാലും പോരാ. മനസ്സിലായില്ല? തൈജസനിൽ നിന്ന് വിട്ടുനിൽക്കണം. വിശ്വനിൽ നിലകൊണ്ടാൽ പോലും തൈജസന്റെ ആവിർഭാവമില്ലെങ്കിൽ അവൻ ഏകാന്തതയിലാണ്. തൈജസാഗമനത്തിന്റെ ഗതി കൂടിയാൽ, വേഗം കൂടിയാൽ സംഭ്രാന്തമാവുകയും ചെയ്യും. നാം ഉണ്ടാക്കുന്ന തൈജസ ലോകങ്ങളുടെ ഗതി വിശ്വന്റെ ലോകത്ത് സൃഷ്ടമാകുന്നതിനെടുക്കുന്ന സമയത്തിന്റെ വളരെ ചെറിയൊരംശം കൊണ്ട് തൈജസന്റെ ലോകങ്ങൾ വളരെ വലുതാവും. തൈജസൻ, വിശ്വൻ എന്ന പദം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ കേട്ടോണ്ടിരിക്കും. ഇത് സ്വാമിയാർ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞത്. തേജസ്സിൽ നിന്നുണ്ടാകുന്നവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ ബോധം സ്വപ്നമായിത്തീരുന്നത് ഇവന്റെ പ്രക്രിയ കൊണ്ടാണ്, ഇവനാലാണ്. അതായത് എന്റെ ജാഗ്രത അനുഭവങ്ങളിലെ അഹങ്കാരത്തെ വിശ്വൻ എന്ന് വിളിക്കും. ജാഗ്രത്തിലെ എന്റെ അനുഭവങ്ങൾ എനിക്ക് മറ്റൊരാളുമായി പങ്കുവെക്കാവുന്നതാണ്. ഈ മൈക്ക് എനിക്കും തനിക്കും ഈ ഇരിക്കുന്നവർക്കും ഒരുപോലെ കാണാവുന്നതാണ്. അല്ലേ? ഈ മൈക്ക് കണ്ടു കഴിഞ്ഞ് ഈ മൈക്ക് അതിന്റെ രൂപത്തോടുകൂടി തന്റെ ഉള്ളിൽ ആഗീരണം ചെയ്തു കഴിഞ്ഞ് ഈ മൈക്കുമായി സഹജ സംബന്ധം പുലർത്തുന്ന തന്നിൽ ഈ മൈക്ക് കാരണമായുണ്ടാകുന്ന ഒരു ലോകം എനിക്കന്യവും വിരുദ്ധവുമാകാം. മനസ്സിലായില്ല? ശരിയല്ലേ? മുറ്റത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും പുറത്തുനിന്ന് വരുന്നയാളും വിശ്വപ്രാപ്തിയിൽ ഒരുപോലെ കാണുന്നു. അല്ലേ? ആ കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞിനെ ആ വന്നയാള് കാണുന്ന ലോകങ്ങളിലല്ല കാണുന്നത്. എന്റെ കുഞ്ഞ് എന്ന മമതയുടെ ശബ്ദം വരുന്നതോടുകൂടി ആ കുഞ്ഞ് അവരുടെ തൈജസ പ്രക്രിയയിൽ, മനോമയത്തിൽ പുറത്തു നിൽക്കുന്ന ആളല്ലാതെ മറ്റൊരാളായി. അതിന്റെ അഡ്മിഷൻ, അതിന്റെ പഠിപ്പ്, അവൻ വളർന്നു വലുതാകുന്നത്, അവൻ ഡോക്ടറാകുന്നത്, എഞ്ചിനീയർ ആകുന്നത്,
ഇങ്ങനെയുള്ള സാങ്കല്പിക ലോകങ്ങളുള്ള ഒരു വലിയ ലോകം വിരചിക്കുകയും അതിൽ മനോമയനായിരിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ്, പുറത്തെ കുഞ്ഞ്. ഇപ്പോൾ ആ കുഞ്ഞ് മണ്ണുവാരി കളിച്ചാൽ ഭാവിയിൽ എന്റെ മനോമയനായിരിക്കുന്ന ഡോക്ടറാകാൻ യോഗ്യനല്ല. അവൻ മണ്ണുവാരി കളിച്ചുകൂടാ. അവൻ എഞ്ചിനീയറാകാൻ യോഗ്യനല്ല. അവൻ അതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണം കൊണ്ട് കളിക്കണം. എന്റെ മനോമയനായ കുഞ്ഞ് മണ്ണിൽ കളിച്ചു വളരാൻ പാടില്ല. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കുന്നത് എന്റെ മനോമയനായിരിക്കുന്ന കുഞ്ഞിനോടാണ്, പുറത്തെ കുഞ്ഞിനോടല്ല. ശരിയല്ല? ഇതിനൊന്നും ചെയ്യാൻ ആ കുഞ്ഞിന് പറ്റില്ല, കണ്ടു നിൽക്കുന്നവർക്കും പറ്റില്ല. കുഞ്ഞതിന്റെ കുട്ടിക്കാലത്തിന്റെ സ്വഭാവവും വാസനയും അനുസരിച്ച് മണ്ണുവാരി കളിക്കുമ്പോൾ എന്റെ അമ്മ ഈ മണ്ണുവാരി കളിക്കാൻ വാത്സല്യത്തോടെ എന്നെ വിടണമെന്ന് മനോമയനായിരിക്കുന്ന തലത്തിലൊരമ്മയെയും സങ്കല്പിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മനോമയായിരിക്കുന്ന അമ്മയും അമ്മയുടെ മനോമയനായിരിക്കുന്ന കുഞ്ഞും പരസ്പര വ്യത്യസ്തമാകുമ്പോൾ ശത്രുതയും വഴക്കും പൊല്ലാപ്പും അടിയും ഇറക്കിവിടലും കഞ്ഞി കൊടുക്കാതിരിക്കലും സംജാതമാവും. കുഞ്ഞിന്റെ മനോമയത്തിലിരിക്കുന്ന അമ്മയും അമ്മയുടെ മനോമയത്തിലിരിക്കുന്ന കുഞ്ഞും ഏകീഭവിക്കുമ്പോൾ അമ്മയിലും കുഞ്ഞിലും കണ്ടു നിൽക്കുന്നവരിലും ആനന്ദമുണ്ടാവും. ഇതൊരു ഭാഗ്യം മാത്രമാണ്. ഇത് ശാസ്ത്രത്തിന്റെ കീഴ്മേൽ മറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും അമ്മ മാറില്ല, കുഞ്ഞും മാറില്ല. അവിടെ ചെന്നൊരു സ്വാമിയാര് നിന്റെ മനോമയ, അതൊക്കെ അങ്ങ് വേദാന്തമൊക്കെ അവിടെ അടിക്കാൻ സ്വാമിയാരെ, കുഞ്ഞുള്ളവരുടെ പറയട്ടെ, തനിക്ക് കുഞ്ഞുണ്ടാകാത്തതുകൊണ്ടാണ്. തീർന്നില്ലേ പണി? തീർന്നില്ലേ? കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞെ നിന്റെ മനോമയായിരിക്കുന്ന അമ്മയാണ്. സ്വാമി അങ്ങ് വേദാന്ത അടിക്കുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ഇത് പറയാൻ കൊള്ളുന്നതല്ല, കേൾക്കാൻ കൊള്ളുന്നതല്ല. അതുകൊണ്ട് ക്ലാസ് നിർത്തുക നല്ലത്. മനസ്സിലായെന്നറിയില്ല. ഇതൊരു ഭാഗ്യം കൊണ്ട് മാത്രമേ മനസ്സിലാവൂ. സംഭവം ശരിയാണെന്ന് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിലാവും, കർമ്മത്തിൽ വീഴുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പൊ മനസ്സിലായി തന്റെ ചോദ്യം കാരണം മാത്രമേ ഞാൻ ഇത്രയും പോകേണ്ടി വന്നത്. താൻ ചോദിച്ചില്ലേ പോകണ്ട. താൻ ചോദിച്ച ചോദ്യം സിമ്പിളാണ്, അതിന് ഒരു വാക്കിൽ ഉത്തരം പറയാൻ വരെ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും വിശദീകരണം. താനിത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും, ഒറ്റ വാക്കിൽ പറയാമായിരുന്നില്ലേ സ്വാമി, എന്നില്ല എനിക്ക് മനസ്സിലാവുമായിരുന്നു. മനസ്സിലാവില്ല. പറഞ്ഞു മനസ്സിലായി? താൻ ആ ഒറ്റ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്, കാരണം താനിത് കഴിയുമ്പോഴത്തേക്ക് രവിയോട് പറയും, മുമ്പ് പറഞ്ഞ പോലെ സ്വാമിയോടൊരു ചോദ്യം ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ വിശദീകരിക്കും, അവസാനം നമുക്കൊന്നും മനസ്സിലാകാതെ കഴിഞ്ഞു. അങ്ങനെ രവിയോട് മുമ്പ് പറഞ്ഞത് രവി പറഞ്ഞുകൊണ്ടായി പറയുന്നത്. എന്റെ രവിച്ചേട്ടാ സ്വാമിയോട് ചോദ്യം ചോദിച്ചാൽ നമ്മളാകെ പൂട്ടിലാവും. സ്വാമിയോട് ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം പറയും. തന്നോട് മാത്രമല്ല രവിയോടും, തന്നോട് മാത്രമല്ല രവിയോടും. മനസ്സിലായില്ല? രവി ഓടും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇവിടെയായി ഇതിന്റെ പ്രക്രിയ. ഈ ജീവിതം മുഴുവൻ ഈ മനോമയനാണ് കിടന്ന് കളിക്കുന്നത്. പിടികിട്ടി? ഇതറിഞ്ഞാൽ വളരെ സുഖമാണ്. ഇത് മനോമയനായിരിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ കേൾക്കുന്ന, ഞാൻ തൊട്ടറിയുന്ന ഈ ലോകങ്ങള് ഉപസംഹരിച്ചാൽ, വിശ്വനുമായി സാമഞ്ജസ്യം പുലർത്തിയാൽ ശാന്തിയായി. ഭാഗ്യം കൊണ്ട് ചിലർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യാഖ്യാനമൊക്കെ വ്യാഖ്യാനിച്ചിട്ട് കിട്ടുമെന്ന് പറയാൻ മേല. ഇതൊരു ലക്കിൽ കിട്ടും. അതുകൊണ്ട് അവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. പഠിപ്പിക്കാൻ അഹങ്കാരമൊക്കെ ഉണ്ടാവും. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് സ്വാമിക്ക് ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ നല്ല ഉത്തരം ഇല്ലെന്ന് പറയുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് അഹങ്കാരത്തിന്റെ വർത്തമാനമായി. അവിടെ ചോദ്യം ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കാം. ഇത് നരകം പൊഴിച്ചത്
സ്വാമിയാരിങ്ങനെ ഈ സാമഞ്ജസ്യം പുലർത്തുന്നുണ്ടോ? അത് എന്ത് നിങ്ങൾക്ക് തോന്നുന്നു അതെടുക്കാമെന്ന് ഉത്തരം. ഇറങ്ങിയിട്ട് ആ ചോദ്യം ചോദിക്കണ്ട. കാരണം ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇതായാലും ആനന്ദം കിട്ടും. ഇത് സ്വാമിയാരായാലും നിങ്ങളായാലും ഇങ്ങനെ തന്നെ ആനന്ദം കിട്ടും. വ്യക്തിക്ക് സമ്മതാവുന്നാവും. അതിന് പകരം സ്വാമിക്ക് കിട്ടിയോ, എനിക്ക് കിട്ടിയില്ലെന്നാണോ സ്വാമിനെ? സ്വാമിയാർക്ക് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയെന്നാണോ? സ്വാമിയാർക്ക് മുമ്പ് എനിക്ക് കിട്ടിയെന്നാണോ? ഇത് കിട്ടിയാൽ ശാന്തി ഉണ്ടാവും. അതേതാണ്ട് സമ്മതമാണ്. ഈ മനോമയനാണ് കളിക്കുന്നതെന്ന് സമ്മതമാണ്. രാവിലെ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി നാമമൊക്കെ ജപിച്ചു വരുമ്പോഴും മനോമയനായിരിക്കുന്ന ഭർത്താവ് താൻ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് കുളിയുമൊക്കെ കഴിഞ്ഞ് ഒന്നിരിക്കുമെന്നും തന്റെ കൂടെ അല്പനേരം നാമം ജപിക്കുമെന്നും, കാരണം താൻ ഇങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിലൊക്കെയാണ് പെട്ടിരിക്കുന്നതെന്നും തനിക്ക് നാമം ജപിക്കണമെന്നും തന്റെ അച്ഛൻ അങ്ങനെ നാമം ജപിച്ചിട്ടുണ്ടെന്നും അപ്പൂപ്പൻ അങ്ങനെ നാമം ജപിച്ചിട്ടുണ്ടെന്നും നാമം ജപിക്കുന്നത് കൊണ്ടാണ് ഈ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് അവള് പതിവനുസരിച്ച് വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് എല്ലാം നനച്ച് അടുപ്പുമൊക്കെ മെഴുകി ഭംഗിയായിട്ട് കാപ്പിയുമൊക്കെ തിളപ്പിച്ച് വരുമ്പോഴും ഇയാള് പുറത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ മനോമയനായിരിക്കുന്ന ഭർത്താവല്ല കിടക്കുന്നത്. ഇനി അവളുടെ മനോമയനായിരിക്കുന്ന ഭർത്താവാക്കി അയാളെ എടുക്കാൻ അവൾ നടത്തുന്ന ശ്രമങ്ങൾ അത്രയും അയാളുടെ മനോമയായിരിക്കുന്ന ഭാര്യ അല്ലാത്തവളായിത്തീരുകയും ഗുസ്തിയാവുകയും ചെയ്യും. മാത്രമല്ല ചിലപ്പോ അയാള് തോക്കുവായി നടന്നുള്ള സ്വാമിമാരെ വെടിവെക്കുകയും ചെയ്യും. അവന്മാര് കാരണമല്ല ഇവളിങ്ങനെ ആയത്. വേണ്ടാത്തതൊക്കെ പഠിപ്പിച്ചിട്ട് ചിലപ്പോ അയാള് കൂട്ടുകാരോട് ഒരല്പം വാട്ടിസടിച്ചിട്ട് പറയും, ആ തന്തപ്പടിയാണ് അവളെ ഈ പരുവത്തിലാക്കിയത്, കൊണ്ടുനടന്നു. അങ്ങനെ കണ്ട 2 പൊട്ടിന് കൊടുക്കുകയാണ് വേണ്ടത്. ഈ പൊട്ടിന് കൊടുക്കുന്നതും വേളം ഉണ്ടാക്കുന്നതും അയാളുടെ മനോമയ്യനായിരിക്കുന്നത് എന്തൊക്കെയാണ് മനസ്സിലായില്ല. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കണ്ടേ? നോക്കാൻ മേല ഇങ്ങനെ നോക്കണ്ടേ? നോക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ ഒരു സുഖം വരുമോ? ഇല്ല, സുഖമില്ല. അതിന് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ മനോമയമായിരിക്കുന്ന ഈ ജീവസൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്ന എല്ലാ കാമനകളും ഏതൊരു ബോധത്തിൽ നിന്നുൽപ്പന്നമാകുന്നുവോ ആ ബോധത്തിനായിക്കൊണ്ട് സമഗ്രമായ എന്റെ ആ അറിവിനായിക്കൊണ്ട് പരബ്രഹ്മത്തിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അതിനെ നമസ്കരിച്ചു നിന്നാൽ മാത്രമേ എനിക്ക് ഈ അറിവ് നിലനിൽക്കുള്ളൂ. അല്ലാതെ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഞാൻ നമസ്കരിച്ചിട്ട് വലിയ കാര്യമില്ല. നമസ്കരിക്കുന്ന അതിനെയാണ്. അതിനെ കാണുന്നത് കൊണ്ടാണ് ഈ കാണുന്നതിൽ നമസ്കരിക്കുന്നത്. അപ്പൊ കാണുന്നതിൽ നമസ്കരിക്കാൻ ഒരു സുഖമുണ്ട്. മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എളുപ്പമാവും. ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആ സത്യജ്ഞാനാനന്ദ സ്വരൂപമായ പരബ്രഹ്മത്തെ പ്രണമിച്ച് വാസിഷ്ഠരചന തുടങ്ങുകയാണ്. നോക്കാം. ഇതിന് ഉത്തര രാമായണം എന്നും പേരുണ്ട്. പൂർവരാമായണമാണ് രാമകഥ. ഉത്തര രാമായണമാണ് യോഗവാസിഷ്ഠം. രാമായണത്തിലൊരു ഉത്തരകാണ്ഡമുണ്ട്. അതല്ല രാമായണം കാണ്ഡങ്ങളായി പറയുമ്പോ ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം, ഇങ്ങനെ 7 കാണ്ഡങ്ങളാണ്. അതിൽ ഉത്തരകാന്ഡം വാൽമീകിയുടെ അല്ലെന്നും ഉത്തരകാന്ഡം എഴുത്തച്ഛന്റെ അല്ലെന്നും ഉത്തരകാന്ഡം അധ്യാത്മരാമായണകാരൻ്റെതല്ലെന്നും ഒക്കെ പറഞ്ഞ് കുറെ വഴക്കം പൊല്ലാപ്പൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. നമ്മുടെ ജോലി അതല്ല. കാരണം അറിയാൻ മേലാത്തതിനെ കുറിച്ച്
കൂടുതൽ അറിയുമെന്ന മട്ടിൽ പറയുന്നതാണ് അറിവില്ലായ്മയുടെ ഏറ്റവും സുഖം. അറിയുന്ന കാര്യങ്ങളെക്കാൾ അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും മനുഷ്യന് സ്വഭാവേന ഒരു കൃത്രിമതയുണ്ട്. അങ്ങനല്ലേ? അല്ലേ? അറിയുന്ന കാര്യങ്ങൾ തന്നെ അറിയരുതാത്തതുപോലെ ആക്കുമ്പോഴാണ് കൂടുതൽ സുഖം. അങ്ങനല്ലേ? അറിയുന്ന കാര്യങ്ങൾ അറിയുന്നത് പോലെ കൃത്യതയോടെ അറിഞ്ഞു എന്ന് ബോധ്യപ്പെടുകയും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ കൂനം തട്ടും, പാരസ്പര്യങ്ങൾ തകർന്നുപോകും. അറിയില്ലാത്തവയെ അറിഞ്ഞു എന്ന് നടിക്കുകയും അവയറിഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പാരസ്പര്യത്തിന് ശക്തി കൂടും. അങ്ങനല്ലേ? ലോക കള്ളനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരാളുമായി പാരസ്പര്യം പുലർത്തുമ്പോഴും ആ അറിഞ്ഞ കാര്യങ്ങളാണ് നാം പറയുന്നതെങ്കിൽ ബന്ധം തകർന്നു പോകും. അല്ലേ? അല്ലേ? വസ്തുത പങ്കുവയ്ക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ തൈജസൻ അറ്റ് പോണം. തൈജസ പ്രക്രിയ നിലനിൽക്കുന്നിടത്തോളം വസ്തുതകളല്ല എന്ന് സമർത്ഥിക്കുവാനും വസ്തുതകളല്ലാത്തവയെ വസ്തുതകളായി പ്രേഷിപ്പിക്കുവാനും മനുഷ്യ മസ്തിഷ്കം എന്നും ശ്രമിക്കാറുണ്ട്. അതാണ് അവന്റെ ദുഃഖവും. ശരിയല്ല? ശരിയല്ല? ഒരച്ഛൻ എനിക്ക് ഇത്രയേ അറിഞ്ഞുകൂടൂ എന്ന് മകനോട് പറഞ്ഞാൽ അയാൾ അച്ഛനല്ലാതായി എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ഗുരു എനിക്ക് ഇത്രയേ അറിയൂ എന്ന് പറഞ്ഞാൽ അയാൾ ഗുരു അല്ലാതായി. ശരിയല്ലേ? പിപ്പലാദന് മാത്രമേ ഈ ആർജവം ഉണ്ടായിരുന്നുള്ളൂ, ശക്തമായ. പൂർവാചാര്യന്മാരിൽ പലർക്കും പിപ്പലാദനെ പോലെ, ഇന്നുള്ളവർക്കില്ലാന്ന് സാരം. അതുപോലെ തന്നെ ഇന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥിയെ പഠിപ്പിക്കണമെങ്കിൽ, അധ്യാപകനും വിദ്യാർത്ഥിയാണല്ലോ, ഗുരുവും ശിഷ്യനുമില്ല. ശരിയല്ലേ? വിദ്യാർത്ഥിക്ക് അറിയും എന്ന് സമ്മതിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം അറിയില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെടുത്ത് പഠിക്കാൻ വന്നത്. നിങ്ങൾക്ക് കുറച്ച് ഫീസ് തരാമെന്ന് വെച്ചാൽ അവൻ പഠിക്കാൻ വരുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? സാർ ഇതിലെ തൊഴിലില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് തിരുവല്ലം കൊട്ടി നടക്കുമ്പോൾ എന്റെ അച്ഛന് കുറെ കാശുണ്ട്, അത് തരാമെന്ന് വെച്ചാടോ തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അല്ല, താൻ പഠിപ്പിക്കാൻ കഴിവുണ്ടെന്ന് ചോദിച്ചൊന്നുമല്ല, താൻ അതേപ്പറ്റിയൊന്നും വിചാരിക്കണ്ട. തനിക്ക് പഠിപ്പിക്കാൻ കഴിവില്ലെന്നും തന്നെ വേണമെങ്കിൽ ഇത് പറഞ്ഞുതരാൻ എനിക്ക് കഴിവുണ്ടെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥിയെ അധ്യാപകന് ശകാരിക്കാനാവില്ല, വിദ്യാർത്ഥിയെ തല്ലാനാവില്ല, വിദ്യാർത്ഥിക്ക് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാനാവില്ല. സർവഥാ വിദ്യാർത്ഥി മുകളിലും അധ്യാപകൻ താഴെയാണെന്നും തൊഴിൽ തണ്ടി ചെന്നവനാണെന്നും ഇവനെ കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്നതെന്നും ഇവന്റെ ഫീസില്ലെങ്കിൽ കഞ്ഞി കുടിക്കില്ലെന്നും വിചാരിച്ച് വിനയാന്വിതനായി അധ്യാപകൻ പെരുമാറണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ ശാസ്ത്രം. ശരിയല്ല? കോളേജിലും സ്കൂളിലൊക്കെ നോക്കിയോ, രക്ഷകർത്താവ് ഇല്ലെന്നും അങ്ങനെയാ. ശരിയല്ലേ? ശരിയല്ലേ? അല്ലാതെ എവിടെയെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടോ നോക്ക്. അദ്ദേഹം പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത്രേ അറിഞ്ഞുകൂടൂ, പറയാനുള്ള മുഴുവൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്താണ് എനിക്ക് ഇത്രേ അറിയൂ. അഭിനയം. വിദ്യയുടെ ഭൂഷണമായിരിക്കുന്നത് വിനയമാണ്, കൃതവിനയമാണ്. അതിവിനയവുമല്ല അഭിനയവുമല്ല. അപ്പൊ ഇത് ഉൾക്കൊണ്ടിട്ട് വാസിഷ്ഠ രചനയ്ക്ക് കവി തുടങ്ങുന്നു. അപ്പൊ ഉത്തര രാമായണ രചനയില് ആദ്യത്തെ ശ്ലോകം, 4ാമത്. ഇതെല്ലാം കഥാരൂപത്തിലാണ് പറയുന്നത്. അറിവ് കഥാരൂപത്തിലേക്ക് എത്തുന്നത് ജീവിതവുമായ അറിവ് പരിലസിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ ആവിർഭവിച്ച്
ശാസ്ത്രം ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം കയ്യിലിരുന്ന് ചർച്ചയ്ക്ക് വിധേയമാകാതെ ആ ന്യൂനപക്ഷം തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാതെ അത് ആ കണ്ടെത്തിയവൻ ആവേശികമായി കണ്ടെത്തിയത് കാണാതെ പഠിക്കുന്ന ഒരു തലത്തിലേ മാനുഷികം പുരോഗമിച്ചിട്ടുള്ളൂ ചരിത്രപരമായി. നിങ്ങൾ പഠിക്കുന്ന ഊർജ്ജതന്ത്രവും രസതന്ത്രവും നിങ്ങൾ പഠിക്കുന്ന ബോട്ടണിയും സുവോളജിയും എന്ന് വേണ്ട അറിവിന്റെ ഏത് ശാഖയും ലോയുമെല്ലാം ഒരു ന്യൂനപക്ഷത്തിന് മാത്രം അറിയുന്നതാണ്. അതിന്റെ ഉപയോഗം വരുന്നവന് പോലും അറിയില്ലാത്തതാണ്. വൈദ്യശാസ്ത്രത്തിന്റെ ഉപയോഗം രോഗിക്കാണ്. രോഗിക്ക് അജ്ഞേയമാണ് വൈദ്യശാസ്ത്രം. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. വൈദ്യശാസ്ത്രം ആവശ്യമായി വരുന്നത് രോഗിക്കാണ്. അപ്പോഴേ അത് അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ആ രോഗിക്ക് അജ്ഞേയമാണ് വൈദ്യശാസ്ത്രം. ഇന്ത്യയുടെ ഭരണഘടന ആവശ്യമായി വരുന്നത് ഭരിക്കുന്ന മന്ത്രിസഭയ്ക്കും രാഷ്ട്രപതിക്കും ഒക്കെയാണ്. അവർക്ക് ചുക്കെന്നോ ചുണ്ണാമ്പെന്നോ അറിയില്ലാത്ത സാധനമാണ് ഭരണഘടന. അതിന് വിദഗ്ധന്മാർ വേറെ ഇരുന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കണം ആവശ്യം വന്നാൽ. മനസ്സിലായില്ല? ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 4 പേരോട് ചോദിക്കണം. ചെയ്യേണ്ട സമയത്ത് ഹൃദയപൂർവ്വം അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. 4 പേരുടെ ഉത്തരം വരണം ബുദ്ധിയിൽ ആലോചിച്ചിട്ട്. ഞാനീ ചെയ്യാൻ പോകുന്ന ബുദ്ധിയിൽ ആലോചിച്ച് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഇത് കൊനഷ്ടായി തീരുകയും ചെയ്യും. മനസ്സിലായില്ല? ഇങ്ങനൊരു രാജ്യം മുഴുവൻ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചാവുമില്ല. പ്രകൃതിപരമായ അവന്റെ അറിവിനെ ആലോചനാപൂർവകങ്ങളായ അനേക സമസ്യകളിൽ പെടുത്തി ഭയവിഹ്വലനായി മാത്രം കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്ന തലം ഇതുകൊണ്ടുണ്ടാവും. ഒരു നിരപരാധി കോടതിയിലെത്തിയാൽ നിയമത്തിന്റെ സഹായം വേണ്ടത് അവനാണ് നിയമങ്ങളെ അറിയേണ്ടത്. അതറിയില്ലാത്തത് അവന് മാത്രമാണ്. പീഡനത്തിന്റെ ലോകങ്ങളിൽ നിന്ന് സഹായത്തിന് അവൻ എത്തുമ്പോ കയ്യിലുള്ള പൈസയും കൂടെ ഇപ്പൊ കൊടുത്തേച്ച് ഇറങ്ങിപ്പോണം. ചിലപ്പോ ഇത് മുഴുവൻ ചെലവാക്കി കഴിഞ്ഞ് നേരെ അകത്തോട്ടും പോകണം. ശരിയല്ലേ? അതുകൊണ്ടാണ് ഈ ലോകം തലകീഴാണെന്ന് പറഞ്ഞത്. പണ്ട് അറിവുകളുടെ ലോകങ്ങൾ അതിന്റെ ഏറ്റവും സുതാര്യങ്ങളായ തലങ്ങളിലേക്ക് ഒഴുകിയെത്തിയതുകൊണ്ട് അത് ജീവിത ദർശനമായി രൂപാന്തരപ്പെട്ടിരുന്നു എന്ന് കാണാൻ പര്യാപ്തങ്ങളാണ് പുരാണങ്ങളിലെ കഥകൾ. ജീവിതകഥ പോലെ ഇത് പറയുന്നത്. ഇവിടെയും സംവാദരൂപമായ ഒരു കഥയിലാണ് ഈ ഉത്തരരാമായണം ആരംഭിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഒരു ഗുരുവും ശിഷ്യനും തമ്മിൽ. ആരാണ് ആ ഗുരു? ആരാണ് ആ ശിഷ്യൻ? നോക്കാം. നമുക്ക് കഥയിലേക്ക് കയറാം. ഈ ഭാഗം കഥ മാത്രമേ ഉള്ളതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. മനുഷ്യന് ഒരു പൂർവ്വജീവിതവും ഒരു ഉത്തര ജീവിതവുമുണ്ട്. പൂർവ്വജീവിതത്തിൽ നിന്ന് അവൻ ആർജിച്ചതിനെ വാസനയെന്നും സംസ്കാരമെന്നും പറയും. ആ വാസനയും സംസ്കാരവും കൊണ്ട് അങ്കിതനായ മനുഷ്യൻ ഒരു നിമിഷം കർമ്മത്തെ ആശ്ലേഷിക്കുവാനും ഒരു നിമിഷം കർമ്മത്തെ വലിച്ചെറിയുവാനും ആഗ്രഹിക്കും. കർമ്മമുണ്ടാക്കുന്ന കലാപങ്ങൾ ഓർക്കുമ്പോൾ കർമ്മം വേണ്ട എന്ന് അവന്റെ മനസ്സ് പറയും. ഇതൊരു വളർച്ചയാണ്. അതേ അവൻ കർമ്മരഹിതനായിരിക്കാൻ അവന്റെ വാസനകൾ സമ്മതിക്കുകയുമില്ല. കർമ്മരഹിതനായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കർമ്മത്തിലേക്ക് തള്ളിയിട്ട് രസിക്കുന്ന അവന്റെ വാസനകളെ കാണാതെ അവനെ കർമ്മത്തിലേക്ക് തള്ളിയിടുന്ന സാഹചര്യ സംബന്ധികളായ അറിവുകളോട് അവൻ നടത്തുന്ന നിത്യനിരന്തരമായ പോരാട്ടമാണ് ഈ ജീവിതം. രവിയെ
രവിയുടെ കർമ്മങ്ങളിലേക്ക് തള്ളിയിടുന്നത് ഭാര്യയോ മകളോ മകനോ കമ്പനിയിലെ സഹജീവികളോ ചുറ്റുപാടുകളോ അല്ല, രവിയുടെ വാസന മാത്രമാണ്. വാസന ഉൽപ്പന്നമാകുമ്പോൾ കർമ്മത്തിനുള്ള അഭിവാഞ്ഛയുണ്ടാവുകയും തൈജസ പ്രക്രിയയിൽ കർമ്മം ഇന്നപോലെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയം കർമ്മരഹിതനായിരിക്കുന്നു എന്ന് ഭാര്യയെയും മക്കളെയും ചുറ്റുപാടുമുള്ളവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്ന ഒരജ്ഞത കർമ്മകലാപങ്ങളിൽ പെട്ടുഴലുന്നവന്റെ അജ്ഞതയേക്കാൾ തീക്ഷ്ണമാണ്.